ഹായ് എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ട് ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ബേസിക് ആയിട്ട് മസ്റ്റ് ആയിട്ട് അവർ ചെയ്യേണ്ട കുറച്ച് ഒരു സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണണമെങ്കിൽ എന്റെ പേര് കൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും വ്ളോഗൊക്കെയാണ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സോ ലെറ്റ്സ് ഗെറ്റ് വീഡിയോ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് മടി ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേ ഒക്കെ ചെയ്തു പോകും. നെക്സ്റ്റ് ഡേയിലാവുമ്പോൾ ഭയങ്കര മടിയായിരിക്കും, ചെയ്യണ്ട അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ചെയ്യാം എന്നൊക്കെ ഒരു മൈൻഡ് ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, അതങ്ങൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അല്ലാത്തവർക്കാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു 2-3 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാട്ടോ. അതൊരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പയ്യെ പയ്യെ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾ ബേസ് ആയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് ക്ലെൻസ് ചെയ്യാന്നാണ് കേട്ടോ. അപ്പൊ ഫേസ് വാഷ് അതിന് ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വന്നത്. അപ്പൊ ഇത് മോർണിംഗും ഈവനിങ് ചെയ്യണം കേട്ടോ. ട്വൈസ് എ ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോർണിംഗും ഈവനിങ് മസ്റ്റ് ആയിട്ടും ചെയ്യും. നിങ്ങളുടെ ഫേവറേറ്റ് ഏത് ഫേസ് വാഷ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു ഫേസ് വാഷ് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാൻ എടുക്കാട്ടോ. അപ്പൊ അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞട്ടോ. ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അതും നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാണ്, നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണ് കൂടുതൽ സ്യൂട്ട് എന്നതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ മോയ്സ്ചറൈസറും സെലക്ട് ചെയ്യാനായിട്ടോ. ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഇനി ഒരു 10 മിനിറ്റ്സ് നമ്മൾ സ്കിന്നിലേക്ക് നന്നായിട്ട് അത് അബ്സോർബ് ആവാനായിട്ടുള്ള ഒരു ടൈം കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എനിക്ക് തോന്നുന്നു ടാൻ പേടിച്ച് ഇപ്പൊ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ഈ 2 സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ടോൺ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഈ ഒരു 3 സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ സിറം ആണെങ്കിലും ഫേസ് ഓയിൽ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്ത് വന്നാൽ മതി. നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ കൊണ്ട് സിറംസ് ഒക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ സ്കിന്നിന് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും. സോ അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു 3 സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്കിൻ കെയർ റൂട്ടീനിലേക്ക് പോയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും ഒപ്പീനിയൻ എല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരാട്ടോ. അതുവരേക്കും ബൈ.